ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ നടത്തിയതായി സംശയിക്കുന്ന കൊലപാതക പരമ്പരയിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം. ഐഷ വധക്കേസ് അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ഐഷ കേസ് ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് ഈ DNA പരിശോധനാ ഫലം അത് ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ജൈനമ്മ, ഏറ്റുമാനൂരിലെ ജൈനമ്മ കൊലക്കേസിൽ മാത്രമാണ് ഇതുവരെയും പോലീസിന് കൃത്യമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളെന്ന് അറിയേണ്ടതുണ്ട്. മറ്റ് നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ടോമ, നമുക്കറിയാം കേരളത്തിൽ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരകളായിരുന്നു പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും കേന്ദ്രീകരിച്ച് നടന്നത്. ആ കേസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി വന്നത് അവിടെ ആ കോമ്പൗണ്ടിൽ നിന്നും ഈ കാണാതായ സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പക്ഷേ അവരെവിടെ എങ്ങനെ മറവ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിയായ സെബാസ്റ്റ്യൻ താൻ ഇവരെ കൊലപ്പെടുത്തി എന്നുള്ളത് അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയ അസ്ഥികൾ കേന്ദ്രീകരിച്ച് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഇത് ഏത് ആളുകളുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത് നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു കേസ് ആണ് ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ കൊലപാതക കേസുകൾ. അതും അതിവിദഗ്ധമായി അയാൾ കേരളത്തിന്റെ കുറ്റാന്വേഷണത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു വേറിട്ട ഒരു കേസാണ് ഇയാളുടേത് എന്ന് തന്നെ നമുക്ക് പറയാനാകും. അപ്പോൾ 2 കേസുകളിലാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അത് ബിന്ദു പത്മനാഭൻ കേസിലും ഒപ്പം തന്നെ ജൈനമ്മ കൊലപാതക കേസിലും കോട്ടയം ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചുമാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഇനി ഒരു കേസ് കൂടിയുണ്ട്. അത് ഐഷ തിരോധാന കേസാണ്. ഐഷ എന്ന സ്ത്രീ ഇയാളുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുണ്ട് എന്നുള്ളത് പോലീസ്, നമുക്കറിയാം ന്യൂസ് 18 ആണ് ആ സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഐഷയ്ക്ക് ഈ സെബാസ്റ്റ്യനുമായി കൃത്യമായി ബന്ധമുണ്ടെന്ന് കണക്ട് ചെയ്യുന്ന തെളിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ കേസ് പിന്നീട് ഒരു തിരോധാന കേസിൽ നിന്നും കൊലപാതക കേസിലേക്ക് മാറുന്നത്. അങ്ങനെ ഉള്ള ആ കേസ് നിലവിൽ ചേർത്തല പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ പോലീസിൽ നിന്നും അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് അദ്ദേഹം ആലപ്പുഴ SP മോഹനചന്ദ്രൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടത് ഈ കേസുകളൊക്കെ തന്നെ വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ്. ഈ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് അങ്ങനെ ഒരു കുറ്റസമ്മതം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും എങ്ങനെ, എവിടെ, ഏത് സമയത്ത് എങ്ങനെ മറവ് ചെയ്തു ഇതിനെ സംബന്ധിച്ച് അയാൾ കൃത്യമായി പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ അത് ബ്രേക്ക് ചെയ്യാതെ ഇപ്പോഴും സെബാസ്റ്റ്യൻ തുടരുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഇയാളുടെ ശാരീരിക സ്ഥിതിയും പ്രശ്നങ്ങളും വെച്ചിട്ട് സെബാസ്റ്റ്യനെ കൂടുതൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രീതികളിലേക്ക് ഇയാളുടെ ആരോഗ്യസ്ഥിതി ഇയാൾ ചൂണ്ടിക്കാട്ടി അവിടെയും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടു പോകുന്നൊരു അവസ്ഥയാണ്. പക്ഷേ ഇയാളുടെ മാനസിക നില എന്ന് പറയുന്നത് വളരെ ക്രൂരവും ഒപ്പം തന്നെ അതൊരു അസാധാരണവുമായ ഒരു മാനസിക നില ഇയാൾക്കുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഉള്ളത്, നിലവിൽ ഐഷ തിരോധാന കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കുറ്റസമ്മതമുണ്ട്. ഏറ്റുമാനൂർ കേസിൽ ആണ് ആദ്യമായി 3 സ്ത്രീകളെയും ഇയാൾ കൊന്നുവെന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ കുറ്റസമ്മതം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ വിശദമായി ഐഷ കേസിൽ കസ്റ്റഡിയിൽ എടുത്ത അന്വേഷണ സംഘത്തിന് ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ കേസുകൾ, ജൈനമ്മ തിരോധാന കേസ് മുതൽ കോട്ടയം, ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വിങ്ങുകൾ കണക്ട് ചെയ്ത് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ആ കേസിന്റെ ഓരോ ഭാഗവും കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഐഷ തിരോധാന കേസ് കൂടി കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കുറെ കൂടി ഡെപ്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ലോക്കൽ പോലീസിനല്ല, ക്രൈംബ്രാഞ്ചിലാണ് കഴിയുക എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം ഉള്ളത്. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിൽ നിന്നോ, അതായത് സ്റ്റേറ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നിലപാട് ഇവിടെ ഈ ശാസ്ത്രീയ
പരിശോധനാ ഫല റിപ്പോർട്ട് തിരിച്ചടിയായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിന്നും ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ അത് പല ആളുകളുടേതാണെന്നൊരു നിഗമനമാണ് നിലവിലുള്ളത്. ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതോടൊപ്പം ഈ സ്ഥലത്ത്, അതായത് ഈ പള്ളിപ്പുറത്തെ പുരയിടം പൂർണ്ണമായും കുഴിച്ച് പരിശോധിച്ചിരുന്നു. ആ പരിശോധനകൾ പൂർണ്ണമായും അവസാനിച്ച മട്ടാണോ? ഇനിയും പരിശോധിച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈ സെബാസ്റ്റ്യൻ ഈ പുരയിടത്ത് തന്നെ, വീട്ടുവളപ്പിൽ തന്നെയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയെന്ന നിഗമനത്തിൽ തന്നെയാണ്, അതോ മറ്റെവിടെയെങ്കിലും ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ? എന്താണ് നിലവിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം? ഇനി മറ്റ് തെളിവുകൾ കണ്ടെത്താൻ മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ടോം, 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് അയാൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ഒരു കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മ എന്ന സ്ത്രീ സമാന സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. തിരുവൾ സ്വദേശിയായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു എന്ന സ്ത്രീയും അവരെയും കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും 2 സ്ത്രീകൾ ഈ പൂമുഖത്ത് നിന്ന് അവരെവിടെയെന്നൊരു ഉത്തരം കണ്ടെത്താൻ പോലും ആർക്കും കഴിയാത്ത സമാനമായ സാഹചര്യത്തിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കേസിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയ കേസുകൾ ആണ് ഇതൊക്കെ എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സെബാസ്റ്റ്യന്റെ ഒരു ആരോഗ്യമുള്ള, അല്ലെങ്കിൽ അയാളുടെ ഒരു യൗവന കാലത്ത് അയാൾ എന്തായിരുന്നു എന്നുള്ള ഉത്തരം ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. അയാൾ മറ്റ് ക്രൈമുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസിക നില ഉള്ളയാൾ തീർച്ചയായും നേരത്തെ തന്നെ ക്രൈമുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും ഇതുവരെ ഒരു അന്വേഷിച്ച് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുറ്റവാളിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. കാരണം ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതിനു ശേഷം ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇയാളിലേക്ക് വരികയും അയാൾ അതിന്റെ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചുകൊണ്ട് വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ട് ഈ സ്ഥലം വിറ്റ് പണം അയാളുടെ കയ്യിലേക്ക് വന്നു. ആ വരുന്ന ഘട്ടത്തിൽ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടത്, ബിന്ദുവിന്റെ കുടുംബമൊക്കെ ഉന്നയിച്ച ആരോപണമാണ്, ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ആ പണമെറിഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് കൃത്യമായി എങ്ങനെ ഒരു ക്രൈമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നടക്കമുള്ള ഒരു പരിശീലനം അയാൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ അതിനകത്ത് കൂടുതലായി ഈ കേസിൽ അന്വേഷിച്ചു പോയാൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു കേസാണ് ഈ ബിന്ദു പത്മനാഭന്റെ കേസ്. കാരണം അതുപോലെ സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് പരസ്യമായ രഹസ്യമായി പരിഹസിക്കപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസുമാണ്. പക്ഷേ അത് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് അനൗദ്യോഗികമായി അവർ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ അകത്തു നിന്നും സെബാസ്റ്റ്യന്റെ വീടിന്റെ പള്ളിപ്പുറത്തെ വീടിനകത്തു നിന്നും അസ്ഥികൾ കുഴിച്ചെടുക്കുന്ന സാഹചര്യം വീടിന്റെ പുറത്തു നിന്ന് എടുക്കുമ്പോൾ അകത്തിരുന്ന് അയാൾ പറയുന്നത് അടുത്ത നിയമവശമാണ്. അതായത് ഈ തന്റെ കോമ്പൗണ്ട് തുറന്നു കിടക്കുന്നതാണ്, ആർക്ക് വേണമെങ്കിലും കയറാം, ആർക്ക് വേണമെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാം എന്നയാൾ അപ്പോൾ തന്നെ അതിനെ അയാൾ തടയിട്ടുകൊണ്ടുള്ള വശം അയാൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അയാൾ ഇതിനെല്ലാം വളരെ കൂളായാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഡീൽ ചെയ്യുന്നത് തന്നെ അയാൾക്ക് അത്തരത്തിലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ്റെതുണ്ട് എന്ന് പറഞ്ഞാലും അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാം. പിന്നെ ഈ കേസുകളുടെ ഒരു മോഡസ് ഒരേപോലെയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഗുണം ചെയ്യും. കാരണം ഈ സ്ത്രീകളെയൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ളതും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇയാളുമായിട്ടുള്ള ബന്ധങ്ങൾ, അത്തരത്തിൽ സാക്ഷിമൊഴികൾ, ആ രീതി, പിന്നെ ഈ കേസുകളുടെ ക്രൈമിന്റെ ഒരു മോഡസ്, അത്തരം കാര്യങ്ങൾ വെച്ച് ഈ കേസുകൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ക്രൈംബ്രാഞ്ചിന്റെ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലേക്ക് കിട്ടും. അതായത് ഒരു പുതിയ അന്വേഷണം, ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസ് നേരത്തെ തന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് കൊലപാതക കേസായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ജൈനമ തിരോധാന കേസ് കൂടി വന്നതോടെ കൊലപാതക കേസിൽ കസ്റ്റഡിയിലെടുത്ത സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ആ വീട്ടിൽ എത്രയോ തവണ ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങിപ്പോയതാണ്, എന്നിട്ടും വീണ്ടും അവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ നിലവിൽ മുൻപ് ബിന്ദുവിന്റെ കേസിനകത്ത് നിൽക്കുന്ന ഒരു സെബാസ്റ്റ്യൻ അല്ല അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള സെബാസ്റ്റ്യൻ. അയാൾ കുറച്ചുകൂടി പഠിച്ചിട്ട് നിൽക്കുന്ന അന്വേഷണ സംഘമാണ്. അതുകൊണ്ട് അയാളിലേക്ക് കൂടുതൽ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പുതുതായിട്ട് വന്നാൽ തീർച്ചയായും അവർക്ക് കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ജൈനമ കേസിൽ വിചാരണ ഉടൻ ആരംഭിച്ചാൽ അയാൾ വിചാരണ തടവുകാരനായി തന്നെ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം, അതായത് ഇനിയിപ്പോൾ 2 കേസുകൾ കുറ്റപത്രം തുടങ്ങി വിചാരണ തുടങ്ങിയില്ലെങ്കിൽ അയാൾ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്തായാലും ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും കസ്റ്റഡിയിലേക്ക് വിട്ട് അത് പരമാവധി ഇയാളെ അകത്ത് തന്നെ കീപ്പ് ചെയ്യാനുള്ള ഒരു രീതിയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും ഉറപ്പാണ്, ഈ കേസുകൾ ഇയാൾക്ക് പങ്കാളിത്തമുണ്ട്, അത് ഇയാൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വർഷങ്ങളായിട്ടുള്ള ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അയാളുടെ ഒരു മാനസിക നിലയിൽ എങ്ങനെ ഇതിനെ ആലപ്പുഴ പള്ളിപ്പുറത്തെ കൂട്ടക്കൊലപാതകങ്ങളിൽ സ്ത്രീകളുടെ കൊലപാതകങ്ങളിൽ
കൊടും കുറ്റവാളി സെബാസ്റ്റിന് പങ്കുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. പക്ഷേ ഇവിടെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഐഷ കൊലക്കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി DGPക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.